കൊടിസുനിക്കെതിരെ ഇപ്പോൾ ഉയർന്നിട്ടുള്ള കാര്യങ്ങൾ കുറ്റാരോപണങ്ങൾ മാത്രമല്ലേ എന്നുള്ളത്. അതിനുമപ്പുറത്തേക്ക് പി ജയരാജൻ ഓർമ്മിപ്പിക്കുന്ന ഒന്നുണ്ട്. അദ്ദേഹം മനോരമയാണ് ഓർമ്മിപ്പിക്കുന്നത്. തടവറകൾ സ്വയം തിരുത്തൽ കേന്ദ്രങ്ങൾ കൂടിയാണ് എന്നുള്ളതാണ്. ആ നിലയ്ക്ക് കൂടി കൊടിസുനിയുടെ ഇത്രയും കാലത്തെ ജയിൽവാസം അത് മനസ്സിലാക്കേണ്ടതാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം ഒരു കാര്യം കൂടി ചർച്ചയിൽ പറഞ്ഞു പോകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ശ്രീ ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഈ കൊടിസുനിയുടെ എന്താണ് പറയുക, ഈ രാഷ്ട്രീയ ചായ്വിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. കൊടിസുനിയുടെ പേരിൽ ചുമത്തിയിട്ടുള്ള കേസുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കോവിഡ് കാലത്ത് പോലും കൊടിസുനിക്ക് പരോൾ നൽകിയിരുന്നില്ല എന്ന് പറയുന്നു. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ മനോരമയുടെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാത്തവർക്ക് മനുഷ്യാവകാശം നൽകരുത് എന്ന വാദം എന്ന് തുടങ്ങിയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ കൊടിസുനിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട്. ഏതായാലും അദ്ദേഹം പറയുന്നത് ഇതൊരു തിരുത്തൽ കേന്ദ്രമായി ഈ തടവറയെ കാണണ്ടേ എന്നാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല. നിഷ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇവിടെ ഹസ്കറൊക്കെ അവസാനം ഈ ന്യായീകരിച്ച് മെഴുകുന്നല്ലോ. ഈ കേരളീയ സമൂഹത്തിന്റെ പൊതുബോധത്തെ ചോദ്യം ചെയ്ത് ദയവ് ചെയ്ത് ഒരുപക്ഷെ അതിലെ ബുദ്ധിമുട്ടുകൊണ്ടാകാം പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോഴും അദ്ദേഹത്തിന്റെ അനുയായികൾ ഈ ചർച്ചയിലേക്ക് കടന്നു വരാത്തത്. കാരണം എന്ത് പറയാനാണ്, നമ്മളിത് ആരോടാണ് സംസാരിക്കും? കേരളത്തിലെ ജനങ്ങളൊക്കെ ഇത്ര പമ്പര വിട്ടികളാണെന്നാണോ ഹസ്കറിനെ പോലുള്ളവർ കരുതുന്നത്? ഇവിടെ കൊടിസുനിയെ പോലെ കൊടും ക്രിമിനലുകൾ ഏതാണ്, CPM ആരാണ് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം അവരൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയാൽ സഖാക്കളെ കണ്ടാൽ ക്രിമിനലായിട്ട് തോന്നും, ക്രിമിനലെ കണ്ടാൽ സഖാവായിട്ട് തോന്നും. കാരണം ഇവർ തമ്മിൽ ഒരു വ്യത്യാസം ഇപ്പോൾ കാണുന്നില്ല. ഞാനത് സാന്ദർഭികമായി സൂചിപ്പിച്ചു മാത്രം. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ നോക്കിയാൽ മാത്രമേ ക്രിമിനൽ ഏതാണ് സഖാവ് ഏതാണ് തിരിച്ചറിയാൻ കഴിയും. ആ രീതിയിലേക്ക് അവരങ്ങ് ഇഴി ചേർന്നിരിക്കുന്നു. അതൊക്കെ അവരുടെ കാര്യം. പക്ഷേ ഒന്നുണ്ട്, നമ്മളൊക്കെ ജീവിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ സ്വല്പമെങ്കിലും വിശ്വാസത്തിലെടുക്കണം. നമ്മൾ പെരിയ കൂട്ടക്കൊല കേസും അതിനകത്ത് സർക്കാർ കൊടുത്ത സഹായവും പാർട്ടി കൊടുത്ത സഹായവും ചർച്ച ചെയ്തിട്ട് 2 ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. 3-ാം ദിവസത്തിലേക്കാണ് ഇപ്പോൾ പുതിയ വിവാദം വന്നിരിക്കുന്നത്. ഈ വിവാദം വരുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്താ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഹസ്കർ ഒരു അഭിഭാഷകനല്ലേ? ഒരു അഭിഭാഷകൻ വന്നിരുന്ന് പറയുകയാണ്, ഒരു കൊടും ക്രിമിനൽ ജയിലിൽ കിടന്നു, അയാൾ പരോളിൽ ഇറങ്ങിയപ്പോൾ നടത്തിയിട്ടുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ വേറെ, അദ്ദേഹം ജയിലിൽ കിടന്ന് നടത്തിയിട്ടുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ വേറെ, അയാൾ മാത്രമല്ല അയാളോടൊപ്പമുള്ള തടവുകാരുൾപ്പെടെ ഇവരൊക്കെ നടത്തിയതിനെ സംബന്ധിച്ച് ആരോപണം മാത്രമാണ്, അതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. തെളിയിക്കട്ടെ അതുവരെ. അപ്പോൾ ജയിലിൽ കിടക്കുന്നവരെ സംബന്ധിച്ച് എന്ത് തെമ്മാടിത്തരവും കാണിക്കാം, എന്ത് തോന്നിവാസവും കാണിക്കാം, എന്ത് നിയമവിരുദ്ധ പ്രവർത്തനവും നടത്താം. അവരെ അതിന്റെ പേരിൽ ഞങ്ങളാരും അല്ലല്ലോ കേസെടുത്തത്. ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് CPM ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തല്ലേ പല കേസുകളും എടുത്തിട്ടുള്ളത്. ആ കേസുകളൊക്കെ നിലനിൽക്കെ അവർക്ക് ഇത്തരക്കാർക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ പരോൾ കൊടുക്കുന്നത്? പരോൾ കൊടുക്കരുത് എന്ന് പോലീസ് കൃത്യം. കാരണം ഒരു പ്രതി അകത്ത് കിടന്നാൽ അല്ലെങ്കിൽ ഒരു ശിക്ഷിക്കപ്പെട്ട ആൾ അകത്ത് കിടന്നാൽ അദ്ദേഹം പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് പൊതുസമൂഹത്തിന് ഉണ്ടാക്കുമോ? ഇപ്പോൾ തടവറ എന്ന് പറഞ്ഞാൽ ഇതാ അങ്ങ് മൊത്തം പിറ്റേന്ന് രാവിലെ അദ്ദേഹത്തെ അങ്ങ് ശുദ്ധീകരിച്ച് നാളെ രാവിലെ ഇറങ്ങാൻ പോവാ. അങ്ങനെ ഇറങ്ങുന്നവരുണ്ട്. പക്ഷെ ഇത് അതിനുള്ള 1% സാധ്യത പോലും കാണിക്കാത്ത കൊടും ക്രിമിനൽ, 1% പോലും സാധ്യത കാണിക്കാത്ത, മാത്രമല്ല അതിനകത്ത് കയറിയിട്ട് ജയിലിനകത്ത് എങ്ങനെ ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളെ സൃഷ്ടിക്കാം എന്ന് റിസർച്ച് നടത്തുന്ന സംഘം, ആ സംഘത്തിലെ അംഗം അദ്ദേഹത്തിന് ഇത്തരത്തിൽ പരോൾ കൊടുക്കുക, എന്നിട്ട് അതിനെ അങ്ങ് ന്യായീകരിക്കുക. പി ജയരാജൻ തുടങ്ങി ഹസ്കർ വരെയുള്ളവർ തുടർച്ചയായി ന്യായീകരിക്കുക. നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കത്തില്ല, കാരണം അതില്ല. പക്ഷേ ഒന്നുണ്ട്, ഇത്തരത്തിലെ കൊടും ക്രിമിനലുകളെ നിങ്ങൾ എന്താ പറയുന്നത്, ജയിലിൽ വെച്ച് അവർക്ക് മൊത്തം അങ്ങ് അവരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു, അവർ നാളെ മുതൽ ഗാന്ധിജിയുടെ കുഞ്ഞാടുകളായി മാറി, അല്ലെങ്കിൽ നാളെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വെള്ളരിപ്രാവുകളാകാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ചെയ്തികൾ, അവർ ജയിലിൽ പോയതിനു ശേഷം അവർ ചെയ്തിട്ടുള്ള ചെയ്തികളെ സംബന്ധിച്ച താങ്കൾ പറഞ്ഞതും, ജയിലിൽ കിടന്ന ആൾ പരോളിൽ ഇറങ്ങിയപ്പോഴും ജയിലിൽ കിടന്നുകൊണ്ടും 12ഓളം ക്രിമിനൽ കേസിൽ പ്രതിയായപ്പോൾ അദ്ദേഹത്തിന് സ്വഭാവശുദ്ധി ഉണ്ടായി എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പൊതുസമൂഹത്തോട്? താങ്കൾ ഒരു അഭിഭാഷകനല്ലേ? മൊത്തത്തിൽ അദ്ദേഹത്തിന് പരിവർത്തനം ഉണ്ടായിരിക്കുന്നു. കഷ്ടം തന്നെ കേട്ടോ, കഷ്ടം. അപ്പോൾ അത്തരത്തിലൊരാളിനെ, കൊടും ക്രിമിനലിനെ, ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിന് ഇത്തരത്തിൽ പരോൾ കൊടുക്കണമെങ്കിൽ ലോ ആൻഡ് ഓർഡർ നോക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്ലിയറൻസ് വേണം. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് പരോൾ നൽകാൻ പാടില്ല. പരോൾ നൽകാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷവും ഇത്തരത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മളത് ഞെട്ടിപ്പോകും കേട്ടോ. മനുഷ്യാവകാശ കമ്മീഷൻ കേൾക്കുമ്പോൾ ഇതൊക്കെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണെന്ന് ഹസ്കറിന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമില്ലല്ലോ. ഈ മനുഷ്യാവകാശ കമ്മീഷൻ നിയമിക്കുന്നത് ഭരണപക്ഷയുടെ ഭൂരിപക്ഷം അനുസരിച്ചാണെന്നും അവരുടെ തീരുമാനം അനുസരിച്ചാണെന്നും ഞാൻ താങ്കളെ പ്രത്യേകം പഠിപ്പിക്കേണ്ടതില്ലല്ലോ. അത്തരത്തിൽ ഒരു പരാതി എഴുതി വാങ്ങി ആ പരാതി സർക്കാരിലേക്ക് ഫോർവേഡ് ചെയ്ത് അവിടെ DGPയുടെ ഡിസ്ക്രിഷണറി പവേഴ്സ്, താങ്കൾ ഉപയോഗിച്ച വാക്കാണ് ഡിസ്ക്രിഷണറി പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ പരോൾ കൊടുക്കുന്നതിന്റെ അടിയന്തര സാഹചര്യം എന്ത്? അപ്പോൾ താങ്കൾ പറഞ്ഞെന്താ, അദ്ദേഹത്തിന്റെ അമ്മ അവസാന കാലഘട്ടത്തിലാണ്, അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് മകനെ അവസാന നിമിഷം ഒന്ന് കാണണം എന്ന് ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കേണ്ടേ? അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലല്ലോ ജയിലിൽ കിടക്കുന്നത്. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ. ഇതുപോലെ തന്നെ KK രമ നമുക്കറിയാം, വിധവയാണ്. ആ വൈധവ്യം നിങ്ങൾ അടിച്ചേൽപ്പിച്ചതാണ്. ആ KK രമ നാളെ ഒരു പരാതി, ഒരു പെറ്റീഷൻ എഴുതി കൊടുക്കുക, എന്റെ ഭർത്താവിനെ തിരിച്ചു തരണം. നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ? ഏത് കമ്മീഷൻ കൊടുക്കാൻ കഴിയുന്നത്? ഏത് DGPക്ക് കൊടുക്കാൻ കഴിയുന്നത്? അപ്പോൾ വന്നിരുന്ന് ന്യായം പറയാം, കൊടും ക്രിമിനലിനെ അമ്മയെ കാണാൻ പോലും അവനൊക്കെ ഈ ചെയ്തു കൂടിയപ്പോ ഇത് ഓർത്തിരുന്നില്ല അല്ലേ? ആ വിധവയ്ക്ക് KK രമ അങ്ങനെ പറയേണ്ടി വന്നതിൽ അവർക്ക് വൈധവ്യം നൽകിയ നിങ്ങൾ അവരുടെ ഭർത്താവിനെ തിരിച്ചു കൊടുക്കുമോ?
ആ ടി പി ചന്ദ്രശേഖരന്റെ അമ്മയെ കുറിച്ച് അറിയാമോ? അവർക്ക് അവസാനമായി ഒന്ന് കാണാൻ പോലും ഇല്ലാത്ത രീതിയിൽ ആ ടി പി ചന്ദ്രശേഖരനെ കൊത്തി അരിഞ്ഞപ്പോ ആ അമ്മയ്ക്ക് മകനെ തിരിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നു നിങ്ങൾക്ക്? എന്നിട്ട് വന്നിന്ന് പറയാ ഈ കൊടും ക്രിമിനലിനെ അമ്മയെ കാണാൻ പോകണമെന്ന്. ഇന്നലെ വേറെ പറയുന്നുണ്ട്, പിന്നെ എനിക്ക് ഏതാ പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ട് എന്താ അവസാനം ചോദിക്കുമ്പോൾ എനിക്ക് പ്രായമായ അമ്മയുണ്ട്, എന്റെ മക്കളുണ്ട്, അവരെ ശുശ്രൂഷിക്കണം, മക്കളെ പഠിപ്പിക്കണം. യവനൊക്കെ ഈ കൊന്നു കൂട്ടിയപ്പോ കൊത്തി അരിഞ്ഞപ്പോ യവനൊന്നും നീ ഇതൊന്നുമില്ലായിരുന്നോ? എന്നിട്ട് വന്നിരുന്ന അതിനെ കൂടെ ന്യായീകരിക്കുക. അസ്കർ, താങ്കൾ അഭിഭാഷകനല്ലേ? താങ്കൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളല്ലേ? ഒരു യാഥാർത്ഥ്യബോധത്തോട് സംസാരിക്കുന്നേ. ഈ കൊടും ക്രിമിനലുകളെ ഇങ്ങനെ അഴിച്ചുവിടാൻ അത് അതിൽ എന്താ മെസ്സേജ് കൊടുക്കുന്നത്? എന്താ മെസ്സേജ് കൊടുക്കുന്നത്? നമ്മൾ എന്തിനാണ് ഇവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്? എന്തിനാണ് നമ്മൾ ക്രിമിനലുകളെ ജയിലിൽ അടച്ച് അവരെ മാറ്റി നിർത്തുന്നത്? അവരെ അപ്പോ നമ്മൾ അവരെ പൊതുസമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത്, അവരെ ജയിലിൽ അടയ്ക്കുന്നത്, അവർ വെറുക്കപ്പെടേണ്ടവരാണ്, അവരെ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ്, അവരെ പൊതുസമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തണം എന്ന ഉത്തമ ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരുടെ ക്രിമിനൽ സ്വഭാവത്തിന്റെ പശ്ചാത്തലത്തിൽ അവരെ മാറ്റി നിർത്തുന്നത്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് സർക്കാരിന് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി, CPM വേണ്ടി വിടിപണി ചെയ്താൽ, അതിനുവേണ്ടി കൊലപാതകം നടത്തിയാൽ, അവർക്ക് വേണ്ടി എന്ത് വൃത്തികേട് ചെയ്താൽ അവരെ സംരക്ഷിക്കുമെന്ന് പറയുന്ന CPM സർക്കാരും ഈ പൊതുസമൂഹത്തിൽ നൽകുന്ന സന്ദേശം എന്താണ് നിഷ?